നല്ല ലീഡറാവണം എന്നാഗ്രഹമുള്ള ഒരു വ്യക്തിയാണോ നിങ്ങളൊരു മാനേജറായിരിക്കാം, സംരംഭകനായിരിക്കാം. അതിൽ വേണ്ട ഒരു മികച്ച ക്വാളിറ്റിയാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. വീഡിയോ മുഴുവനായി കാണുക. ലീഡ് ഫ്രം ദ ഫ്രണ്ട്, മുന്നിൽ നിന്ന് നയിക്കുക എന്നുള്ള ഒരു ചൊല്ലുണ്ട്. നമ്മുടെ സ്ഥാപനത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നമ്മൾ എവിടെ നിന്നാണ് നയിക്കുന്നത്? എല്ലാം നന്നായി പോവുകയാണെങ്കിൽ പിന്നിൽ നിന്ന് നയിച്ചാൽ മതി. പക്ഷേ പ്രശ്നങ്ങൾ വരുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കേണ്ടി വരും. ഞാനിന്ന് 3 ചിത്രങ്ങൾ ഈ വീഡിയോയിലൂടെ നിങ്ങളോട് കാണിക്കാം. ഈ ചിത്രങ്ങളുടെ പ്രസക്തി എന്താണെന്ന് നിങ്ങൾ ആലോചിച്ചിട്ട് പറയുക. ആദ്യത്തെ ചിത്രം നമ്മളൊക്കെ ബഹുമാനത്തോടുകൂടി ഓർക്കുന്ന, സ്മരിക്കുന്ന, നമ്മളെ വിട്ടുപിരിഞ്ഞ ശ്രീ രത്തൻ ടാറ്റ. അദ്ദേഹത്തിൻ്റെ പിക്ചറാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് എന്ത് സംഭവമാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നമ്മളൊക്കെ മറക്കാൻ ആഗ്രഹിക്കുന്ന 26/11. ഈ ദിനം നിങ്ങൾക്കറിയാവുന്ന പോലെ പാകിസ്ഥാനിൽ നിന്ന് നുഴഞ്ഞു കയറി വന്ന ചില ഭീകരർ നമ്മുടെ നാടിനെ മുൾമുനയിൽ നിർത്തിയ ചില ദിനങ്ങളായിരുന്നു അത്. താജ് പാലസ് ഹോട്ടൽ, അവിടെ നടന്ന അതിക്രമം നമ്മളൊന്നും മറന്നിട്ട് പോലുമില്ല. എന്നാൽ ആ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ അവരുടെ ലീഡറായ രത്തൻ ടാറ്റ പുറത്തിറങ്ങി വന്ന് പോലീസുകാർ പോലും മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അദ്ദേഹം അവിടെ നിന്ന് നേതൃത്വം കൊടുക്കുന്ന ഒരു ചിത്രമാണത്. നമ്മളെ വിസ്മയിപ്പിക്കുന്ന ചിത്രം. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ മുന്നിൽ നിന്ന് നയിക്കലാണ്. രണ്ടാമത്തെ ചിത്രം, ഇൻസിഡൻ്റ്ലി ഈ ചിത്രം ചിലരെങ്കിലും തിരിച്ചറിയും. അത് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഒബാമയുടെയാണ്. ഈ ചിത്രം ശ്രദ്ധയോടെ നോക്കിയാൽ നിങ്ങൾ ചിലരെ തിരിച്ചറിയും. അതെ, ഒസാമ ബിൻ ലാദനെ രാമായണം പാകിസ്ഥാനിൽ നിന്ന് തൂക്കിയെടുത്ത് കൊണ്ടുപോയി എവിടെയോ കടലിൽ മുക്കിയപ്പോൾ വാർ റൂം എന്ന് പറയുന്ന അമേരിക്കയിലെ വെളുപ്പിന് അത് കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒബാമയാണ്. അദ്ദേഹം പ്രസിഡന്റാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, റെസ്റ്റ് എടുത്തോളൂ, കാലത്തെ ഗുഡ് ന്യൂസ് പറയാം എന്ന് പറഞ്ഞിട്ടും അദ്ദേഹം പറഞ്ഞു, ഇല്ല, അത് ഞാൻ നേതൃത്വം കൊടുക്കണമെങ്കിൽ അവിടെ തന്നെ ഞാൻ ഉണ്ടാവണം എന്നാണ്. ലീഡർഷിപ്പ് എന്ന് പറഞ്ഞാൽ അതാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ചാലഞ്ചിങ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മുന്നിൽ നിന്ന് നയിക്കാനായിട്ടുള്ള കരുത്ത് നമുക്കുണ്ടാവണം. എങ്കിലേ നമ്മളൊരു നല്ല ലീഡറാവും.